ഫിലാഡൽഫിയയിൽ നടന്ന ഫ്രാൻസ് പരാഗ്വ റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ ഫ്രാൻസ് പരാഗ്വയെ 1 ഗോളിന് പരാജയപ്പെടുത്തുകയും ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. 70-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ നേടിയ പെനൽറ്റി ഗോളിലൂടെയായിരുന്നു ഫ്രാൻസിൻ്റെ വിജയം. ഇരു ടീമുകളും വളരെ മികച്ച രീതിയിൽ കളിക്കുകയും ഫ്രാൻസിനെതിരെ ചെറുത്തു നിൽക്കാൻ പരാഗ്വ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പെനൽറ്റി ഗോളിൽ ഫ്രാൻസിൻ്റെ വിജയം ഉറപ്പിക്കുകയായിരുന്നു. 5-നെതിരെ 15 ഷോട്ടുകളുമായി ഫ്രാൻസ് മുന്നിട്ട് നിൽക്കുകയും 1 ഷോട്ട് ഓൺ ടാർഗറ്റാണ് പരാഗ്വ വെച്ചതെങ്കിലും ഫ്രാൻസ് 5 ഷോട്ട് ഓൺ ടാർഗറ്റും ഉണ്ടായിരുന്നു. കളിയിലുടനീളം ഒരു ആധിപത്യം ഫ്രാൻസ് പുലർത്തിയിരുന്നു എന്ന് പറയാൻ 71-ാം മിനിറ്റിൽ തൻ്റെ ഈ വർഷത്തെ മനോഹരമായ മറ്റൊരു ഗോളും കൂടി കിലിയൻ എംബാപ്പെ ചേർക്കുകയുണ്ടായി. ഇതോടെ ക്വാർട്ടർ ഫൈനലിൽ വളരെ മനോഹരമായ ഫ്രാൻസ് മൊറോക്കോ മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതോടെ കിലിയൻ എംബാപ്പെ ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിക്ക് തൊട്ടു പിന്നിൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ചുരുക്കി ഫ്രാൻസിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ഫേവററ്റുകളായ ടീം തന്നെയാണ് ഫ്രാൻസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കുന്നതാണ്.